ഉണ്ടല്ലോ അതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് നമ്മളിതൊക്കെ ആസ്വദിച്ച് പോകണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് നമുക്ക് പോലും ചിലപ്പോൾ അറിയില്ല. നമ്മളൊന്നും ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഇതുപോലുള്ള ആവശ്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മളിവിടെ കയറി. ഇതിവിടെ വല എറിയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊന്ന് കായലിൽ ഇവിടെ നിർത്തി. ഇവർ വല എറിയാൻ പോകണേ. ഈ വല എറിയാൻ പോകുന്നതാണ്. ഞാൻ മീൻ കിട്ടുന്നത് കാണണേ. മീൻ കിട്ടുന്നത് ചെറിയ വലല്ലേ? നിങ്ങൾ കൊടുത്ത ആളാ? ഇതാ മീൻ ചാടുണ്ട്. നീ കാട്ടി കൊടുക്കേ എന്ത് മീനാണ്? മാലാനാ. അതെന്തെങ്കിലും അങ്ങനെ അതിനെന്തെങ്കിലും ഇടുണ്ടോ? ചൂണ്ടൊക്കെ വന്നോ? ഈ സ്ഥലത്തിന് എന്താ പറയാ? ഈ സ്ഥലത്തിന് എന്താ പറയാ? പോറാഞ്ചേരിയാ. തുരുത്താ അത്? ഇതൊരു വലിയ തുരുത്താ. അത് കടലുണ്ടി പഞ്ചായത്താ. കടലുണ്ടി പഞ്ചായത്ത് കംപ്ലീറ്റ് ദ്വീപാ. ചുറ്റോറും വെള്ളത്താൽ കെട്ടിക്കിടക്കുക. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകണമെങ്കിൽ പാലല്ലേ? ബോട്ട് സർവീസ് ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഈ കോട്ടക്കട സർവീസ് ഉണ്ട്. അപ്പൊ അക്കരെ അവിടെ കടലിലെത്തി. കടലുണ്ടി മറ്റേ പുഴയും കടലും കൂടി കൂട്ടി അവിടെ എത്തൂലേ? അതില് ഈളാണ്. അത് നന്നാക്കണ്ടേ? എല്ലാം ഇങ്ങനെ പരക്കത്. നീ പുറത്തിറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്. കൊടുക്കണ്ടേ? സൂപ്പറാ. അതിന്റെ വര അത്രേ ഉള്ളൂ. ഒരു 10 MB ഇട്ടിട്ട് വേണം ഒരു കടുക് കുടിക്കാൻ. മറ്റേ സാധനം കുടിക്കാണ് ജെല്ലി ഫിഷ്. നമുക്ക് മാറാൻ പിടിച്ചാൽ മതി. അല്ല നിങ്ങൾ എന്തായാലും ചൂണ്ടിട്ട് മീൻ പിടിക്കാനല്ലോ കുറെ ഉണ്ടല്ലേ? ഇത് എടുക്കണോ? എടുത്തിട്ടോ? ഇതൊക്കെ പറ്റ ചെറുതല്ലേ ഇത്. ഇതൊക്കെ നമുക്ക് ഇത് വൃത്തം വെച്ചിട്ട് പാറിനോട്ടെ കുറെ ഉണ്ട്. നിങ്ങൾ അതിനെ കൂടി ഒഴിവാക്കിയാ പിന്നെ നിങ്ങൾ അതിനെ പിടിക്കാനല്ലല്ലോ വന്നില്ലേ? അതിന് പാപ്പനെ പിടിക്കാനാന്ന്. ഒരു മിനിറ്റ് മിനിറ്റ് മാറാൻ ചെല്ലിയിരുന്നു. ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിലാണ് മീൻ. ഇത് ശരിക്കും മീനാ? ഈ ജെല്ലി ഫിഷ് പറഞ്ഞാല് എന്ത് സാധനം? ഇത് ഒരു എന്താണ് ഇപ്പൊ പറയാ, ജീവുള്ള സാധനം. എരുന്നുണ്ടാക്കുന്ന സാധനം അല്ലേ? എരുന്നുണ്ടാക്കണം. അത് വെള്ളത്തിൽ കിട്ടണേ. ചൊറി കിട്ടോ? പോയിക്കോട്ടെ. ഇത് ഈ ഉപ്പ് എന്താണ് കൂടുമ്പോൾ എരുന്ന് മറ്റേ ഫസ്റ്റ് ആ ഒരു എമ്മിട്ട് ഇപ്പൊ നമ്മൾ ആ ബക്കറ്റ് അടച്ച് മരം പിടിച്ച് കൂട്ടോ. ഇത് തോന്നുന്നപ്പതാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ തന്നെ അതായത് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിനും കോഴിക്കോട്ടിനിടയിൽ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് എന്താ സ്ഥലത്തിൻ്റെ പേര്? പോറഞ്ചേരി. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ചെയ്ത്? പുറവഞ്ചേരി. പുറവഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കടലുണ്ടിപ്പുഴ, കടലുണ്ടി തുരുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ട്രെയിനിൽ പോകുമ്പോഴും അതേപോലെ തന്നെ മറ്റേ കടലുണ്ടി പുഴയുടെ കടലും പുഴയും കൂടി കൂട്ടിയ ഭാഗത്തു കൂടെയൊക്കെ തിരൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പുഴയുടെ ഒരു ഭാഗമാണിത്. ഇത് തുരുത്താണ് ഈ കാണുന്നത് മൊത്തം തുരുത്താണ്. അവിടേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മുടെ അവിടെ ഒരു 4-5 തോണിക്കാരുണ്ട്. തോണിത്തെ ഡ്രൈവർമാരൊക്കെ ഉച്ച സമയം അതുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. പക്ഷേ ഞങ്ങൾ വിളിക്കുന്നില്ല. ഞങ്ങൾ ആ പുഴയുടെ ഇങ്ങേ അറ്റത്ത് ഇരിക്കുകയാണ്. നമ്മുടെ ലൈഫിലുണ്ടല്ലോ വീട്ടിലിരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ തല കുത്താൻ ആലോചിച്ചിട്ടും ഒരു ഐഡിയയും കിട്ടാത്ത കുറേ സമയമുണ്ട്.
നമ്മളൊക്കെ എന്താ പറയുക, നമ്മൾ പണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും. നമ്മുടെ നാട്ടിൻ പുറത്ത് അവിടെ ഇവിടെ ഒന്ന് സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് കൂടെ നല്ല ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കും. നമ്മൾ ഇതുവരെ പോകാത്ത സ്ഥലം ഉണ്ടാവില്ലേ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ പോകാത്ത സ്ഥലത്താണ് വന്ന് വിട്ടിട്ടുള്ളത്. അത് നമ്മൾ ഇതുവരെ പോകാത്ത നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്ത് കൂടെ ഒരു 20-30 സ്പീഡിൽ എത്രത്തോളം വണ്ടി പതുക്കെ അരിച്ചു പോകാൻ പറ്റുമോ അത്രത്തോളം വണ്ടി സ്പീഡ് കുറച്ചിങ്ങാണ്ട് അങ്ങനെ പോവും. കാണാത്ത സ്ഥലമാവും, കാണാത്ത സ്ഥലങ്ങളും കാണാത്ത ആൾക്കാരും ഒക്കെ ആയിരിക്കും. അപ്പം കിട്ടുന്നൊരു വൈബുണ്ട്. നമ്മൾ വേറെ ഏതോ മൂഡിലായിരിക്കും വണ്ടി ഓടിച്ച് പോവുക, പക്ഷേ ഈ കാണാത്ത കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മൂഡ് ഇങ്ങനെ പതുക്കെ ഓക്കെ ആയിട്ട് ഇങ്ങനെ വരും. അതൊരു വൈബാണ്. നമ്മൾ ഈ ടെൻഷൻ വരുമ്പോൾ കള്ളുടിക്കുക, ടെൻഷൻ വരുമ്പോൾ സിഗരറ്റ് വലിക്കുക, ബീർ കഴിക്കുക അല്ലേ, അതൊക്കെ നമ്മുടെ മൂഡിനെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ നാച്ചുറലായിട്ട് കണക്ട് ചെയ്യണം, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. നമ്മൾ പ്രകൃതിയിലെ മനുഷ്യന്മാരാണ്. പ്രകൃതിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പ്രകൃതി നമുക്ക് അതിനൊരു സൊല്യൂഷൻ തരും. നമ്മുടെ കണ്ണിനും നമ്മുടെ എന്താ പറയുക ശരീരത്തിനൊക്കെ നല്ല കുളിർമയേകുന്ന കാറ്റും കാഴ്ചയും കണ്ടോ. തെങ്ങും തോപ്പുകളൊക്കെ, ആകാശങ്ങൾക്കിടയിലൂടെ തെങ്ങും തോപ്പ്, അങ്ങനെയല്ല തെങ്ങും തോപ്പിനിടയിലൂടെ ആകാശങ്ങൾ അല്ലേ. ഞങ്ങളിങ്ങനെ ആക്സിഡൻ്റിൽ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. എന്താ ഭംഗിയില്ലേ. ഈ സ്ഥലം കണ്ടു പരിചയമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഈ സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നവരും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ സ്ഥലങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഫേമസ് ആയ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഫേമസ് ആയ കുറേ സ്ഥലങ്ങളുണ്ട്. ഫേമസ് ആവാത്ത കുറേ സ്ഥലങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ വണ്ടി എടുത്ത് കറങ്ങിക്കഴിഞ്ഞാൽ, ബൈക്കാണെങ്കിൽ ബെറ്റർ ആട്ടോ, ബൈക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ ആ ഫേമസ് അല്ലാത്ത സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കൺകുളിർക്ക് ഇങ്ങനെ കാണാം. അവിടെ ദൂരെ ഒരു പാലം കാണില്ലേ, അത് ഏത് പാലമാണോ, അവിടെ ഒരു പാലമുണ്ട്. പോവാ.